നാളെ ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. അതുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ചോദ്യം 1. നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച വർഷവും തീയതിയും ഏതാണ്? 1945 ഓഗസ്റ്റ് 9. ചോദ്യം 2. നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ കോഡ് നാമം എന്തായിരുന്നു? ഫാറ്റ് മാൻ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. നാഗസാക്കിയിൽ ആറ്റം ബോംബ് എറിഞ്ഞ അമേരിക്കൻ B-29 ബോംബർ വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? ബോക്സ്കാർ ആണല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. നാഗസാക്കിയിൽ ബോംബ് എറിഞ്ഞ ബോക്സ്കാർ വിമാനം പറത്തിയ പൈലറ്റ് ആരായിരുന്നു? മേജർ ചാൾസ് സ്വീനി ആയിരുന്നു അല്ലേ? അടുത്ത ചോദ്യം. മോശം കാലാവസ്ഥ കാരണം നാഗസാക്കിക്ക് പകരം അമേരിക്ക അവസാന നിമിഷം ഒഴിവാക്കിയ പ്രധാന ലക്ഷ്യസ്ഥാനം ഏതായിരുന്നു? കൊക്കൂറ അല്ലേ? ഓക്കെ. ചോദ്യം 6. നാഗസാക്കിയിൽ ഉപയോഗിച്ച ഫാറ്റ്മാൻ ബോംബിൽ അടങ്ങിയിരുന്ന റേഡിയോ ആക്റ്റീവ് ഇന്ധനം ഏതാണ്? പ്ലൂട്ടോണിയം 239. ഓക്കെ. അടുത്ത ചോദ്യം. നാഗസാക്കി സ്ഫോടനത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള സമാധാന സ്മാരകം ഏതാണ്? നാഗസാക്കി പീസ് പാർക്കാണ്. ഓക്കെ. അടുത്ത ചോദ്യം. നാഗസാക്കി ആക്രമണത്തിന് ശേഷം ജപ്പാൻ തങ്ങളുടെ കീഴടങ്ങൽ പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. 1945 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം. ലോക ചരിത്രത്തിൽ യുദ്ധത്തിൽ ആറ്റം ബോംബ് ഉപയോഗിച്ച രണ്ടാമത്തെയും അവസാനത്തെയും സംഭവം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നാഗസാക്കി ആക്രമണം. അടുത്ത ചോദ്യം. നാഗസാക്കി ആറ്റം ബോംബ് ആക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഹാരി എസ് ട്രൂമാൻ ആണല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. നാഗസാക്കിയിൽ വിക്ഷേപിച്ച ഫാറ്റ്മാൻ ആറ്റം ബോംബിൻ്റെ ഏകദേശം ഭാരം എത്രയായിരുന്നു? ബി ആണ്. 4600 കിലോഗ്രാം. അടുത്ത ചോദ്യം. ആറ്റം ബോംബ് ആക്രമണത്തെ അതിജീവിച്ചവരെ ജപ്പാനിൽ വിളിക്കുന്ന പേരെന്താണ്? ഹിബാകുഷ. ഓക്കെ, ഹിബാകുഷയാണല്ലേ? അടുത്ത ചോദ്യം. നാഗസാക്കി സമാധാന പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സമാധാന പ്രതിമ അഥവാ പീസ് സ്റ്റാറ്റ്യൂ നിർമ്മിച്ച ശില്പി ആരാണ്? സെയ്ബോ കിതമുറയാണല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. ആറ്റം ബോംബ് നിർമ്മാണത്തിനായി അമേരിക്ക നടപ്പിലാക്കിയ രഹസ്യ പദ്ധതിയുടെ പേരെന്തായിരുന്നു? മൻഹാട്ടൻ പ്രൊജക്റ്റ് ആണല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. അടുത്ത ചോദ്യം. നാഗസാക്കിയിൽ ബോംബ് വീണ ഉടൻ വീശിയടിച്ച വൻ തീക്കാറ്റിനെയും റേഡിയോ ആക്റ്റീവ് മഴയെയും വിളിച്ച പേരെന്താണ്? ബ്ലാക്ക് റെയിൻ ആണല്ലേ? ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. നാഗസാക്കിയിലെ ആണവ ദുരന്തത്തെ അതിജീവിച്ച് രോഗികളെ ചികിത്സിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്ത പ്രശസ്ത ഡോക്ടർ ആരാണ്? ഡോക്ടർ തക്കാഷി നഗായി ആണല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. നാഗസാക്കി ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9, നാളെ അല്ലേ? അടുത്ത ചോദ്യം. ആറ്റം ബോംബ് ആക്രമണത്തിൽ തകർന്ന നാഗസാക്കിയിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയം ഏതാണ്? ഉറാക്കാമി കത്തീഡ്രൽ ആണല്ലേ? അടുത്ത ചോദ്യം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആറ്റം ബോംബ് ആക്രമണങ്ങളിൽ ഔദ്യോഗികമായി അതിജീവിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തി ആരാണ്? തുസ്തോമു യമാഗുച്ചി ആണല്ലേ? ഓക്കെ. 20 മാർക്കുണ്ട്. നിങ്ങളുടെ സ്കൂളുകളിൽ നടത്തുന്ന ക്വിസ് മത്സരത്തിന് ഈ ചോദ്യങ്ങൾ വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.